ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ തീരെ ചെറിയ വീഡിയോ അല്ല, കുറച്ചൊരു വലിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതെൻ്റെ കുറച്ച് ദിവസങ്ങളിലെ കുറച്ച് വിശേഷങ്ങൾ ചേർത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിനൊരു വീക്ക്ലി വ്ളോഗ് അങ്ങനെയൊക്കെ പറയാം. അല്ലാണ്ട് ഒരു ഡെയിലി വ്ളോഗായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വീക്ക്ലി വ്ളോഗ് അങ്ങനെ പറയാം. അപ്പം തുടങ്ങുന്ന തന്നെ എൻ്റെ ഒരു ഷൂട്ട് ഡേ ആണ് കേട്ടോ. ഇത് എനിക്കൊന്ന് ഷൂട്ടുണ്ടായിരുന്നു, വിഷുവിൻ്റെ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് എടുക്കാനായിട്ട് പോയത് നമ്മുടെ കോവളത്താണ് കേട്ടോ. കോവളത്ത് ഉദയസമുദ്ര എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു റിസോർട്ടിൻ്റെ അടുത്തായിട്ടുള്ളൊരു പാർക്കാണ്. ഈ കാണുന്നതാണ് പാർക്ക്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ. നമുക്കവിടെ ചെന്ന് കഴിയുമ്പം എന്താ പറയുന്നത്, ഒരു സ്വർഗത്തിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. അത് കുറച്ച് ഏർലി മോർണിംഗും കൂടെ ഒക്കെ ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു അവിടെ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത കുറച്ച് കാലേ ആയിട്ടുള്ളൂ ഇങ്ങനൊരു സംഭവം അവിടെ വന്നിട്ട്. അതിന് മുന്നേ ഒന്നും ഇങ്ങനൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോഷൂട്ട്സിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ പോയിട്ടില്ല. ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതെവിടെയാണ് എന്താണെന്നൊന്നും വലിയ ഐഡിയ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെ കോവളത്ത് ഉദയസമുദ്രയുടെ അടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളും നമ്മുടെ ഷൂട്ട് അവിടെ വെച്ച് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ രാവിലെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 6 മണി 6:30 സമയത്തൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ മാക്സിമം ഈ സ്ഥലം വരെ അത്രേ ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ പോയി. ഇതിപ്പം ആരുടെ ഒരു കൺസെപ്റ്റ് ആണെങ്കിലും വേണ്ടില്ല, നല്ല അടിപൊളി സ്പേസാണ് കേട്ടോ. കാര്യം നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്കത് അത്രയും എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുക, അങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമാണ്. ഒരു മോർണിംഗ് ടൈം കൂടെ ആയതുകൊണ്ടേ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടുകൂടെ ഭയങ്കര രസമായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ആര് ചെയ്താലും അവർക്കൊരു ബിഗ് ഹാൻഡ്സ് ഓഫ്. കാര്യം നല്ല ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിക്കാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ടൂറിസ്റ്റുകളായിക്കോട്ടെ, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവിടെ. അവരൊക്കെ വന്ന് അവിടെ ഇരിക്കാനാണെങ്കിലും ഇപ്പം ആളുകൾ രാവിലെ നടക്കാനും ജോഗിങ്ങിനൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാനും ഒക്കെ ആയിട്ടൊക്കെയുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും രാവിലെ പോയി അവിടെ ചെന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഒരു ലൊക്കേഷനായിരുന്നു കേട്ടോ അത്. അടുത്ത ദിവസമാണിത്. അപ്പം അടുത്ത ദിവസത്തെ നമ്മൾ വീണ്ടും അടുത്തൊരു ഷൂട്ടിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കപ്പൽ ഷൂട്ടാണ് കേട്ടോ. അപ്പോൾ കപ്പൽ ഷൂട്ടായിട്ട് നമ്മൾ അടുത്തൊരു ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരിടത്ത് മാത്രമായിട്ടൊരു ഷൂട്ട് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ പലയിടത്ത് ട്രാവൽ ചെയ്ത് ചിലപ്പോൾ ലൊക്കേഷൻസൊക്കെ ഹണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട്സൊക്കെ സാധാരണ എടുക്കാറ്. ചിലപ്പോൾ ഒരിടത്ത് എടുക്കുമ്പോൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് പോയി എടുക്കും. അങ്ങനെ ക്ലൈമറ്റ് എങ്ങനെയാണോ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട്സ് എടുക്കാറ് സാധാരണ. അപ്പോൾ ഇത് നമ്മുടെ കപ്പൽ ഷൂട്ടാണ്. ചേട്ടൻ്റെ കൂടെ എനിക്കൊരു ഷൂട്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു കരിയർ തുടങ്ങിയ സമയം തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുള്ളിയുടെ കൂടെ ഒരു ഷൂട്ടും കൂടെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു കോസ്റ്റ്യൂം വന്ന സമയത്ത് ആളെ നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ആൾക്ക് ഇതിനൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എൻ്റെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ട് മാത്രം വന്ന് എൻ്റെ കൂടെ നിന്ന് തരുന്നു എന്നുള്ളതാണ്. ബിഹൈൻഡ് ദ ക്യാമറയിൽ നിൽക്കാൻ ആൾക്ക് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് എല്ലാ കാര്യത്തിനും നിൽക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരത്തില്ലല്ലോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മളത് ജോലി ആയതുകൊണ്ട് ചെയ്തു പോകുന്നു. പക്ഷേ ആൾക്കത് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമ്പോൾ ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും വേണ്ടില്ല, അങ്ങനെ നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് എനിക്ക് അടുത്ത ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിലേ ആക്കാണ്ട് ലേറ്റ് ആക്കാണ്ട് തന്നെ ഷൂട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് കാര്യം എനിക്ക് ഈവനിങ് ആണ് ക്ലാസ് വരുന്നത്. അപ്പം ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ നമ്മളൊരു ബാച്ചിൻ്റെ റിഹേഴ്സൽ നടക്കുമായിരുന്നു. അപ്പോൾ അവർ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിറങ്ങി നമ്മുടേതാണ് അടുത്ത ബാച്ച് വരുന്നത്. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവാണ് കേട്ടോ. അവിടെ കുട്ടികളാണെങ്കിലും സാറന്മാരെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ചെറിയ പിള്ളേരും ഒക്കെയാണ്. അപ്പം അവരൊക്കെ നല്ല കോപ്പറേറ്റീവാണ്. നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവരും.
അങ്ങനെ അപ്പോൾ അവരവിടെ പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞു. അടുത്ത നമ്മുടെ സെക്ഷൻ നമുക്ക് കയറാനുള്ള സ്റ്റുഡൻസൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ്. ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകും കേട്ടോ. അങ്ങനെ കാര്യം ബാക്കിയുള്ളവരൊക്കെ അത്രയും സപ്പോർട്ടീവ് ആകുമ്പം നമ്മളറിയാണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് വരും. അങ്ങനെ നമ്മൾ ചെയ്യും. അങ്ങനെ പോയി ചേർന്നതാണ് കേട്ടോ ഡാൻസ് ക്ലാസ്സിന്. അപ്പോൾ കുറച്ചായി പോകുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ടൈം പാസും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ്. അങ്ങനെ പിന്നെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര വോളിയത്തിൽ അവിടെ മ്യൂസിക് ഇട്ടേക്കാണ്. അത് കാരണം എനിക്ക് ലൈവ് സൗണ്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിവൃത്തിയില്ല, ഭയങ്കര വോളിയമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് തിരിച്ച് വീടെത്തി. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അടുത്ത ദിവസം നമ്മൾ നേരെ പോയത് എവിടേക്കാണെന്നറിയോ? തിയേറ്ററിലോട്ടാണ്. തിയേറ്ററിൽ പോയ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, സിനിമ കാണാനാണ്. ഏത് സിനിമ എന്ന് ചോദിച്ചാൽ നമ്മുടെ എമ്പുരാൻ കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. എമ്പുരാൻ കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞു പടം ഇറങ്ങിയിട്ട്. ഫസ്റ്റ് ഷോ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ നടന്നില്ല. ഫാൻസ് ഷോയ്ക്ക് കാരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് തീർക്കേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ദിവസങ്ങളിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടൊരു 4 ദിവസത്തോളം കഴിഞ്ഞു നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കിന്. ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ ഷോയും. അങ്ങനെ നമ്മൾ പിന്നെ ഏരീസ് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട്, ഏരീസ് ഫ്ലെക്സിലെ OD1 കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പടമാണ്. ഒരുപാട് പേരുടെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പലർക്കും പല അഭിപ്രായങ്ങളാണ് പടത്തിനെക്കുറിച്ച്. അത് ഓരോരുത്തരുടെ വിലയിരുത്തലാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഉള്ള ആളുകൾ ഇൻ്റർനാഷണൽ ലെവലിലോട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പം അത് ആ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമ്മളത് കാണുക. ഒരു പടത്തിനെ പടമായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഫിലിമിനെ അങ്ങനെ മാത്രം കണ്ട് അതിനെ വിലയിരുത്തുക. അല്ലാണ്ട് അതിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസിനെ കുറിച്ച് വിലയിരുത്തി വെറുതെ അതിനകത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പടത്തിനെ. അങ്ങനെ കുറേ ആളുകൾ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഡിഗ്രേഡ് ചെയ്തതനുസരിച്ച് ആ പടത്തിൻ്റെ ഹൈപ്പ് കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്തായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി പടം. കാര്യം നമ്മൾ ഒരു ബോളിവുഡ് പടമൊക്കെ കാണുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ പോയിരുന്ന് നമ്മുടെ ഒരു മലയാളം പടം കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ തമ്മിൽ തല്ലുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലാത്ത കാര്യമൊന്നും ആരും എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. നടന്നിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്കിന് വേറെ കാര്യങ്ങളൊന്നും പടത്തിനകത്തും പറയുന്നില്ല, ഇല്ല, ഒന്നും കാണിക്കുന്നുമില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഏത് മേഖലയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാത്തത്? അത് നല്ല രീതിക്ക് എടുക്കുന്നവർക്ക് നല്ല രീതിക്ക് തന്നെ പോവും, മോശമായിട്ട് എടുക്കുന്നവർക്ക് മോശമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിനകത്ത് അങ്ങനെ പടത്തിനകത്ത് ഒരു മോശവും തോന്നിയില്ല. നല്ലൊരു പടമായിട്ടാണ് തന്നെയാണ് തോന്നിയത്. ഞാൻ ഒരു പടത്തിനെ പടമായിട്ട് തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ല അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുവേ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പടം. നല്ല പടമാണ്, ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം നോക്കിയപ്പോൾ നല്ല മഴ. അപ്പോൾ എൻ്റെ മോക്കൊരാഗ്രഹം മഴ നനയണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. തലയിലൊരു ക്യാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് പോയി നനഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ നന്നായിട്ട് നനഞ്ഞ്. എനിക്ക് നനയണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ പനിയൊക്കെ ആയാലോ എന്ന് വെച്ചിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് വീണ്ടും പനിയായി കേട്ടോ. പക്ഷേ അന്നെന്തായാലും നനഞ്ഞിട്ടല്ല പനിയായത്, എന്തായാലും നനഞ്ഞു. അതിനുശേഷം ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അടുത്ത ദിവസം എടുത്തേക്കുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ക്യൂട്ടി കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഞങ്ങൾക്ക് കിട്ടിയിട്ട് 3 വയസ്സാവുകയാണ്. അവനല്ല, അവളാണ് കേട്ടോ. അവൾക്ക് 3 വയസ്സാവുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബർത്ത്ഡേ ആയിട്ടൊന്ന് ഗ്രൂം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ഗ്രൂം ചെയ്യാറുണ്ട്. പക്ഷേ ഇവരിങ്ങനെ ഈ ഒരു സ്പിറ്റ്സിൻ്റെ ഒരു ഇതായത് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോമം വളരും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് ഗ്രൂം ചെയ്ത് കൊടുക്കണം. കാര്യം ഇപ്പോൾ ചൂടും കൂടെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് അങ്ങനെ മുടിയൊക്കെ വളർന്നിരിക്കുന്നതേ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കൊണ്ടുപോയി ഗ്രൂം ചെയ്തേക്കാം, ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് പ്രമാണിച്ചുള്ളൊരു കുളിയും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഗ്രൂമിങ് സെൻറ്ററിലോട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? സാധാരണഗതിയിൽ ഹസ്ബൻഡും മോളും കൂടെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കിന്
ഇവൻ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. അവരങ്ങ് എടുത്ത് അകത്ത് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കിന് വലിയ ഇഷ്യൂസ് ഒന്നും ആക്കാണ്ട് ഇരുന്നോളും, ആള് കൂളായിട്ട് ഇരുന്നോളും. പക്ഷേ ഇത് എന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ഉള്ള പ്രശ്നമാണ്, ആൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. പുള്ളിയുടെ കയ്യിൽ നിൽക്കണില്ല. പല കാര്യങ്ങളും ആൾ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കിന് ഇവൻ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് ആൾക്ക് ചെറിയൊരു പേടി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഇവർ ഗ്രൂമിങ് ചെയ്യുന്ന വേറൊരു പുള്ളിയും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓണർ പുള്ളിയും കൂടെ ഉണ്ട്. അപ്പോൾ ആളും കൂടെ ഉണ്ടെങ്കിൽ അവരത് മാനേജ് ചെയ്യും. പക്ഷേ ആൾ വരാൻ ഇത്തിരി ലേറ്റായി. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഇത്തിരി ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഇവൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കതൊരു പേടി. അപ്പോൾ അതുകൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് പുറത്ത് നിന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പുള്ളി കൂടെ വന്നപ്പോഴത്തേക്കിന് അവർ തന്നെ ഒരുമിച്ച് അത് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഗ്രൂമൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇടയ്ക്ക് എന്നിട്ട് ചേട്ടൻ ഇടയ്ക്കൊന്ന് പോയി പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇവ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുമ്പോഴത്തേക്കിന് പിന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ലീഷൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, ലീഷ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൗത്ത് ക്യാപ്പ് ഇല്ലായിരുന്നു. മൗത്ത് ക്യാപ്പൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഊരിക്കളഞ്ഞ്, ഇട്ടപ്പോൾ തന്നെ ഊരിക്കളഞ്ഞ്. അപ്പോൾ അത് കാരണം പിന്നെ അധികം അങ്ങോട്ട് സ്ട്രെസ് ആക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ അവർ ഹാൻഡിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്നിട്ട് കണ്ണാടി കൂടെ നോക്കണം, ഞാൻ അവിടെ ഉണ്ടോ, ഞാൻ പോയോ, അവനെ കളഞ്ഞിട്ട് പോയോ എന്നൊക്കെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണത്. ആൾക്കൊരു സമാധാനമില്ല അതിനകത്ത് നിന്നിട്ട്. അങ്ങനെ നല്ല രീതിക്ക് അവർ ചെയ്യും കേട്ടോ. നമ്മൾ ബേബി കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഇവർക്ക് ബേബി കട്ടാണ് നല്ലത്. പെട്ടെന്ന് ഹെയർ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിട്ടിട്ട് ബാക്കി അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 1 വീക്കിന് മുന്നേ തന്നെ നല്ല പോലെ ഹെയർ ഗ്രോത്ത് ആവും. അപ്പം നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒരുപാട് അങ്ങ് ഹെയർ ഗ്രോത്ത് ആവുന്നവരെ വെക്കണ്ട, പെട്ടെന്ന് വളരുന്ന രീതിക്ക് ആക്കണ്ട, നന്നായിട്ട് ട്രിം ചെയ്തിട്ട് ബേബി കട്ട് പോലെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറ്റ വെട്ടിയിട്ടുണ്ടായിരുന്നു മുടി. നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് മുടി പറ്റ വെട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഇതും നന്നായിട്ട് ട്രിം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അങ്ങനെ ചെയ്തെങ്കിലേ അത് ശരിയാകുള്ളൂ, അല്ലാതെ നമുക്കത് ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. ഇത് ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഗ്രൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അടുത്ത ദിവസമാണ്. അപ്പോൾ ആളിങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊരു കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ ആയതുകൊണ്ട്. അങ്ങനെ കുളിച്ച് കുട്ടപ്പനായി കുറിയൊക്കെ തൊട്ട് നടക്കുകയാണ്. ചില സമയത്ത് ഇച്ചിരി ജാടയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ആൾ പാവമാണ്. ചെറിയ രീതിക്കുള്ള ചെറിയ അഗ്രഷനും കാര്യങ്ങളൊക്കെ ചില സമയത്ത് കാണിക്കാറുണ്ട്, എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ മാത്രം, അങ്ങനെ എപ്പോഴും ഇല്ല. അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് വാങ്ങിച്ചിട്ട് അവളുടെ പേരൊക്കെ എഴുതി, ക്യൂട്ടി എന്നൊക്കെ പേരൊക്കെ എഴുതി. ക്യൂട്ടി എന്നാണ് കേട്ടോ പേര് ആളുടെ. അപ്പം ക്യൂട്ടി എന്ന് പേരൊക്കെ എഴുതിയിട്ട് കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ആൾക്ക് അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും കേക്കൊന്നും വാങ്ങിച്ചിട്ട് അങ്ങനെ മുറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർ കേക്ക് വാങ്ങിച്ചിട്ട് മുറിപ്പിക്കണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ഭയങ്കര പെറ്റാണ് കേട്ടോ ആൾ. എന്ന് വെച്ചാൽ എനിക്ക് മോള് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് ബേബി എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ആൾ തന്നെയാണ്. അപ്പം എനിക്ക് ഭയങ്കര ജീവനാണ് പ്രത്യേകിച്ചും. അപ്പം ഇവരെന്നല്ല, എനിക്ക് എല്ലാ പെറ്റ്സിനെയും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഞാൻ കൂടുതലും പെറ്റ്സിനെയൊക്കെ എവിടെ ഷോസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണാറുണ്ട്, എടുക്കാറുണ്ട്. ഞാൻ സ്ട്രീറ്റ് ഡോഗ്സിന് ഫീഡ് ചെയ്യുന്ന ആളാണ്. എനിക്കങ്ങനെ എല്ലാവരോടും ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതിപ്പം ഡോഗ്സ് എന്നില്ല, ക്യാറ്റ് എന്നില്ല, ബേർഡ്സ് എന്നില്ല, എല്ലാവരോടും, അനിമൽസിനോടും മനുഷ്യന്മാരോടും അങ്ങനെ തന്നെ. മനുഷ്യന്മാർക്കാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്കങ്ങനെ ഇഷ്ടമാണ്, അവർക്കൊക്കെ അങ്ങനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അനിമൽസിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ബേബിയായിട്ട് തന്നെയാണ് അവളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ പൂട്ടിയിടുവോ, അങ്ങനത്തെ കേജിലിട്ട് ഒരുപാട് സമയം കേജിലിടുവോ, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അവൾ ഫുൾ ടൈം ഫ്രീ ആയിട്ട് കിടക്കുന്ന, കഴുത്തിലൊരു ലീഷ് പോലും നമ്മൾ ഇട്ടിട്ടില്ല, ബെൽറ്റ് പോലും നമ്മൾ ഇടാറില്ല. അത്രയും ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്ന ഒരാളാണ്, ഫുൾ ടൈം വീട്ടിനകത്ത് ഫ്രീ ആയിട്ട് നടക്കുന്ന ആളാണ്. അങ്ങനെ അതുകൊണ്ട് അത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഇച്ചിരി പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ ഒരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട്, ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ബോണാണ് ആളുടെ ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് ആ ബോണാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോണ് ഭയങ്കര ഇഷ്ടമാണ്, എന്ന് വെച്ചാൽ പല്ലൊക്കെ തരിക്കണ സമയത്ത് ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളുണ്ട്, കളിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്.
അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ദിവസമാണ് ഈ കാണുന്നത്. അടുത്ത ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടിനടുത്തുള്ളൊരു ജ്വല്ലറി വരെ പോവാണ് കേട്ടോ. ജ്വല്ലറി പോണ എന്തിനാണ് ഗോൾഡ് വാങ്ങിക്കാനാണ്. പക്ഷെ നമ്മൾ ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോളുടെ അടുത്ത ആഗ്രഹമാണ് മൂക്ക് കുത്തുക എന്നുള്ളത്. മൂക്ക് കുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് ആവുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുത്തണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, നമുക്കൊരു +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് കുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവൾ കേൾക്കണില്ല. അവൾക്ക് വെക്കേഷൻ ആയപ്പോഴത്തേക്കിന് മൂക്ക് കുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശി. ശരി, കൊണ്ടുപോയി കുത്തിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. അങ്ങനെ അവിടെ ചെന്ന് മൂക്കിൽ മാർക്കൊക്കെ ഇട്ട് അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കാര്യം ഇത് ഞാനും എൻ്റെ 10ാം ക്ലാസ്സിലാണ് കേട്ടോ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് മറ്റേ സൂചി വെച്ച് കുത്തിയിട്ട് പിന്നെ മൂക്കുത്തിയിട്ട് തരിക, അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു മൂക്കുത്തലൊക്കെ. അത് ആദ്യം കൊണ്ടുപോയി കുത്തിയിട്ട് എനിക്ക് മൂക്കൊക്കെ പഴുത്ത് ഫുള്ള് പ്രശ്നമായി, ആകെ മൊത്തം കുളമായി. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ പഴുത്തിട്ട് ഊരി മാറ്റി ഒരു 6 മാസത്തോളം ഞാൻ പിന്നെ മൂക്ക് കുത്താണ്ട് കൊണ്ട് നടന്നിട്ട് രണ്ടാമത് പിന്നെ കൊണ്ടുപോയി തട്ടാനെ കൊണ്ടൊക്കെ കുത്തിച്ചിട്ടാണ് അതൊന്ന് ശരിയായത്. കാര്യം ആദ്യം കുത്തിയത് എന്തോ മാറിപ്പോയിട്ട് അത് പ്രശ്നമായി, ഫുള്ള് പ്രശ്നമായി. അങ്ങനെ അപ്പോൾ അത് കാരണം ഞാൻ 10ാം ക്ലാസ്സിലാണ് കുത്തിയിട്ടുണ്ടായിരുന്നതെങ്കിലും അവളോട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുത്താം, എത്രയായാലും നമ്മുടെ കൊച്ചു പോയിരുന്നൊരു പണ്ട് കാത് കുത്താൻ കൊണ്ടുപോകുമ്പോൾ അവളെക്കാട്ടിലും കുത്തിയപ്പം കരഞ്ഞത് നമുക്കാണ് വേദനിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിൻ്റെ ആ ഒരു വേദന സഹിക്കണമല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് നമ്മൾ എന്താ പറയുക, വേണ്ട പിന്നെ കുത്താന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്ന് കേൾക്കേ, അവൾക്ക് കുത്തിയേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ കുത്തട്ടെന്ന് വിചാരിച്ചു ഞാനും. അങ്ങനെ പുള്ളി മാർക്കൊക്കെ ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് മാർക്ക് ചെയ്ത് നോക്കിയിട്ട് അവരിങ്ങനെ സ്റ്റോൺസ് ഒക്കെ വെച്ച് കാണിച്ചു തരും. ഇവിടെ അത് മതിയോ ഇങ്ങനെ മതിയോ എന്നൊക്കെ ഉള്ള അവർ സ്റ്റോൺസ് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ അത് കറക്റ്റാണോ, പൊസിഷൻ കറക്റ്റാണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അവർ തന്നെ ഇടുന്ന മൂക്കുത്തി നമ്മൾ ഇട്ടേ പറ്റുള്ളൂ കുറച്ച് നാളത്തേക്കിന്. ഈ ഇതൊന്ന് ഉണങ്ങി മുറിവൊക്കെ ഒന്ന് കരിഞ്ഞു വരുന്നവരെ നമ്മൾ ആ മൂക്കുത്തിയാണ് ഇടുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മൂക്കുത്തി അവർ സെലക്ട് ചെയ്ത് തന്നു. അപ്പോൾ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരെണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗോൾഡ് വേറെ എടുത്തു. പക്ഷേ ഇത് നമ്മൾ കുത്തുമ്പോൾ ഇത് തന്നെ ഇടണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവൾക്ക് അപാര കോൺഫിഡൻസ് ആണ് കേട്ടോ. ഞാനിങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചത്, ഞാനാണെങ്കിൽ അന്ന് കുത്താൻ പോയപ്പം വിളിച്ച് ജ്വല്ലറിക്കാരും അപ്പുറത്തെ കടയിലുള്ളവർ ഇപ്പുറത്തെ കടയിലുള്ളവർ വരെയും ഇറങ്ങി വന്നു. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൾ ആ ഒരു സമയത്തൊരു ജസ്റ്റ് അവൾക്കൊരു ഞെട്ടലുണ്ടായി എന്നല്ലാണ്ട് യാതൊരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അവൾ കാണിച്ചതുമില്ല. ഭയങ്കര ധൈര്യത്തോടെ വന്നിരുന്നു. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കളിയാക്കുമെന്ന് നമുക്കറിയാം. കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പോകണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുമെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അവളെന്തായാലും അത് കാണിച്ചില്ല അധികം പുറത്തോട്ട്. പക്ഷേ ആൾക്ക് വേദനിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ ശംഖു ഒന്ന് പെടഞ്ഞു ആ സമയത്ത്. എത്രയാണെങ്കിലും നമ്മുടെ മക്കൾ വേദനിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് പേടി അവൾ കരയോ എന്നായിരുന്നു. പക്ഷെ അവൾ അങ്ങനെ കരഞ്ഞൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സമയത്ത് ആ ഒരു ഗൺ പ്രസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നൊരു ഷോക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. അതിനുശേഷം അവർ അത് നന്നായിട്ട് ടൈറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂക്കിനകത്ത് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ മൂക്ക് കുത്തിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൾക്കത് വേണമെന്ന് തന്നെ വിചാരിച്ചിട്ട് പോയി കുത്തിയിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ മൂക്കുത്തൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വെച്ച് സെക്കൻഡ് സ്റ്റഡും കൂടെ ഒക്കെ വേണമെങ്കിൽ കുത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ദിവസം വേണ്ടാന്ന് വിചാരിച്ചു. ഇനി സമയമുണ്ടല്ലോ പിന്നെയാണല്ലോ വന്ന് ചെയ്യുക. അവർ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിയാം. പയ്യൻ്റെ പേര് മനു എന്നാണ്. അപ്പം അവനാണ് നമുക്ക് മിക്കപ്പോഴും സർവീസ് തരുന്നത്. എനിക്ക് സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഒക്കെ കുത്തി തന്നിട്ടുണ്ടായിരുന്നത് മനുവാണ്. നല്ല സർവീസാണ് അവിടെ. തൃശ്ശൂർ ഗ്രേറ്റ് ആണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് തിരുമലയിലുള്ള തൃശ്ശൂർ ഗ്രേസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി അതിനുശേഷം പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്കത് മൊത്തവും കൂടെ എടുത്തുകൊണ്ട് പോരുന്നാൽ കൊള്ളാറുന്നുണ്ടായിരുന്നു. പക്ഷെ തരത്തില്ലല്ലോ. അങ്ങനെ പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട, അവൾക്ക് സ്റ്റോണിൻ്റെ മതി എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ മൂക്കുത്തി ഉണ്ട് കുറച്ച്. പക്ഷേ എന്നാലും അവളുടെ ഫസ്റ്റ് കുത്തുമ്പോൾ അവളുടെ ഇഷ്ടത്തിന് ഒരെണ്ണം വാങ്ങി കൊടുക്കണമല്ലോ. അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റോണിൻ്റെ ഒരെണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ വാങ്ങിയിട്ട് വെച്ചു. പക്ഷെ അത് നമുക്കിപ്പോൾ ഇടാൻ പറ്റത്തില്ല. ഒരു 2 വീക്സ് എങ്കിലും കഴിയണം. 2 വീക്സ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്ത് എങ്കിലും എടുക്കും. നമുക്കൊരു ഇത് കറക്റ്റായിട്ടൊന്ന് ഹീലായി വരാനായിട്ടൊരു 1 മന്ത് എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവരുടെ ഈ കുത്തിയിട്ടിടുന്ന സാധനം ഇട്ടാലുള്ള ഗുണം എന്താ വെച്ചാൽ അത് പെട്ടെന്നൊന്നും പഴുക്കത്തില്ല. മുറിവ് പെട്ടെന്ന് ഹീലാവുകയും ചെയ്യും, പെട്ടെന്ന് പഴുക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അത് കാരണം അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഒരു 1 മന്തെങ്കിലും ഇട്ടിട്ട് മാറ്റുന്നതായിരിക്കും ബെറ്റർ.
അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് അത് അപ്പം തന്നെ മാറ്റിയിട്ട് ഗോൾഡ് ഇട്ടാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു, ഒക്കെ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ പുതിയ പുതിയ കളക്ഷൻസൊക്കെ നമുക്ക് കാണിച്ചു തരുവാണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഡയമണ്ട്സിൻ്റെ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് എല്ലാം. പുതിയ പുതിയ വരുന്ന കളക്ഷൻസൊക്കെ നമ്മളെപ്പോൾ വന്നാലും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എനിക്കും ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഈ പറഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും നമുക്ക് ജ്വല്ലറി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുകയോ എടുക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റേതായിട്ടുള്ള ചെറിയ 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 ഷോപ്പിങ്സ് കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടത്തുന്നുണ്ട്. അങ്ങനെ അത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി, അതെല്ലാം കഴിഞ്ഞു. നമുക്ക് മൂക്കുത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ മൂക്ക് കുത്തിയിട്ട് 2 വട്ടം കുത്തിയത് കൊണ്ട് തന്നെ ഒരു സ്പേസിൽ ചെറിയൊരു മറ്റേ മൂക്ക് കുത്തിയതിൻ്റെ ഒരു ചെറിയ പാട് പോലെയുണ്ട്. രണ്ടാമത് വീണ്ടും കുത്തിയ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ മൂക്കുത്തി നമ്മൾ ഇട്ടിരിക്കണേ. അപ്പോൾ ആദ്യം കുത്തിയതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി ഇത് കുത്തിയിട്ട് ഇനി എങ്ങനെയെങ്കിലും പഴുക്കുമോ, മൂക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കി കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവൾക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അവൾ അത്യാവശ്യം കുറച്ച് വേദനയൊക്കെ സഹിക്കുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് ഇതോടെ മനസ്സിലായി. മുമ്പും വേദനയൊക്കെ സഹിക്കുന്നുണ്ട്, എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. മൂക്ക് കുത്തി കഴിഞ്ഞാൽ കാതിനെ പോലെ അല്ലല്ലോ, കാതിൽ സെക്കൻഡ് സ്റ്റെഡോ അല്ലെങ്കിൽ നമ്മൾ കാത് കുത്തണ പോലെ അല്ല, മൂക്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ വേദന നന്നായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആൾ ഭയങ്കര കൂളായിട്ടിരിക്കുന്നു. ചേട്ടനാണെങ്കിലും പറഞ്ഞു, ഇവൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടോ, അവൾ മിണ്ടാണ്ടിരിക്കണല്ലോ എന്നൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും വേണ്ടില്ല, മൂക്കുത്തി ഇതാണ് കേട്ടോ അവർക്ക് എടുത്തിട്ടുണ്ടായിരുന്ന മൂക്കുത്തി. ഒരു ചെറിയൊരു സ്റ്റാർ പോലെ വരുന്നൊരു മൂക്കുത്തിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തു. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ചെയിൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എത്ര പവനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എത്ര പവനുണ്ടോ, അത്ര ഇല്ലയെന്ന് തോന്നുന്നു, എത്രയോ ഗ്രാമാണ്. അപ്പം അത് കണ്ടപ്പം ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു മാല കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും വെച്ച് നോക്കി, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ അതെടുത്തു. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യണമുണ്ടായിരുന്നു, അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജ്വല്ലറി പോകുമ്പോൾ ഒരു ട്രിപ്പിന് പോകുമ്പോഴാണല്ലോ ഇതെല്ലാം നടക്കുക. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ട് എല്ലാം നടത്തി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇറങ്ങി, രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം, എന്തായാലും ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് തിരിച്ച് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു നമ്മൾ. പിന്നെ പൊതുവേ നമുക്ക് ഈ ഒരു പരിപാടി ഉള്ളതാണ്, നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇറങ്ങിയിട്ട് നൈറ്റ് ഡ്രൈവ് എന്നും പറഞ്ഞിറങ്ങി ഞാനും ചേട്ടനുമാണ് മിക്കവാറും ഇറങ്ങിയിട്ട്, നമുക്ക് അങ്ങനത്തെ ഒരു വട്ടുള്ളതാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുക, ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, എല്ലായിടവും പോയിട്ട് അങ്ങനെ പോയിട്ട് ജ്യൂസ് കുടിക്കുക, തട്ടുകടയിൽ പോവുക, ചായ കുടിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇറങ്ങി. ഇപ്പോൾ ഇതിപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയതായതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പഴയിടം രുചിയുടെ ഒരു ഷോപ്പ് നമ്മുടെ ട്രിവാൻഡ്രത്ത് അട്ടക്കുളങ്ങരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ഈവനിങ്ങിലെ ഫുഡ് അവിടുന്ന്, നൈറ്റിലെ ഫുഡ് അവിടുന്ന് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡുമാണ്, നല്ല സർവീസാണ്. എന്താ പറയുക, പഴയിടം രുചിയെക്കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. എന്താ അവിടുത്തെ ഒരു സദ്യയാണ് കേട്ടോ അവിടുത്തെ അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ സദ്യ വന്ന് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഒരു ദിവസം എപ്പോഴെങ്കിലും. ട്രിവാൻഡ്രത്ത് നമുക്ക് വേറെ സദ്യ കിട്ടുന്ന ഷോപ്സൊക്കെ ഉണ്ട്, 365 ഡേയ്സിലും സദ്യ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്, മദേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും പഴയിടം രുചി എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണല്ലോ. അപ്പം സദ്യ കഴിക്കാൻ ഈവനിങ് ടൈമിൽ സദ്യ ഇല്ല, അല്ലാണ്ടുള്ള വെജ് ഫുഡുകൾ മാത്രമാണുള്ളത്. അപ്പം നമുക്കിനി എപ്പോഴെങ്കിലും ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ട് ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഞാനൊരു മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവെ വെജിറ്റേറിയൻ കഴിക്കുന്നതിൽ മസാല ദോശയാണ് കൂടുതലിഷ്ടം. പിന്നെ ചേട്ടനും മോളും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം കഴിക്കും, എന്ത് കൊടുത്താലും കഴിക്കും. പിന്നെ മോൾക്ക് കൂടുതലിഷ്ടം നെയ്യ് റോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഡയറക്റ്റ് വന്നിരിക്കുമ്പോൾ നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നെയ്യ് റോസ്റ്റാണ് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ചേട്ടൻ ഇഡ്ഡലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാല ദോശയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുറത്തുള്ള കടകളിൽ നിന്ന് കഴിക്കുന്ന ഒരു മസാല ദോശയുടെ ടേസ്റ്റ് അല്ല ഇത്. കുറച്ച് മസാല
ചേർത്തിട്ടുള്ളൊരു മസാല ദോശയാണ് കേട്ടോ. സവാളയൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ്. അതിൻ്റെ ഒരു ഫില്ലിങ് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ചമ്മന്തി ആണെങ്കിലും സാമ്പാറാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ണടയുടെ മുമ്പിൽ നിന്ന് ഷോ ഒക്കെ കാണിച്ചിട്ട് ഇറങ്ങുകയാണ്. തിരിച്ച് നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ പൊതുവേ ഇങ്ങനത്തെ നൈറ്റ് ഡ്രൈവും നൈറ്റിലെ ഫുഡ് അടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞാനും ചേട്ടനുമാണ് കൂടുതലും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത്. മോള് വല്ലപ്പോഴൊക്കെ കൂടെ വരാറുണ്ട്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ നമ്മുടെ മ്യൂസിയത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള മാനവീയം വീതി. ട്രിവാൻഡ്രത്ത് എപ്പോഴും ലൈവായിട്ടുള്ള സ്ട്രീറ്റാണ് മാനവീയം വീതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് വഴിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് എപ്പോഴും ഇവിടെ ലൈവാണ് കേട്ടോ. ഇഷ്ടം പോലെ ആളുകളും പ്രോഗ്രാംസും പിന്നെ പാട്ടും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ തുടങ്ങിയ സമയത്ത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അണ്ടർ കൺട്രോളാണ് എല്ലാം. പോലീസ് സർവേലൻസ് ഉണ്ട് എപ്പോഴും. പോലീസ് എപ്പോഴും ഉണ്ട് അവിടെ. പിന്നെ വേറെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടെ പറ്റത്തില്ല. അപ്പം അത് അത്യാവശ്യം എല്ലാവർക്കും വന്നിരിക്കാം. പിന്നെ പെറ്റ്സിൻ്റെയൊക്കെ എപ്പോഴും മറ്റേ അഡോപ്ഷനൊക്കെ നടക്കുന്നൊരു ഡ്രൈവ് നടക്കുന്നൊരു ഏരിയ ആണ്. എല്ലാം ഉണ്ട് അവിടെ. ഇഷ്ടംപോലെ പ്രോഗ്രാംസും കാര്യങ്ങളും നല്ല ലൈവായിട്ട് നമുക്ക് വന്നിരുന്ന് ഏത് പാതിരാത്രിക്കും വന്നിരിക്കത്തക്കോണമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നല്ല സ്ഥലമാണ്. അപ്പം അവിടെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങി നിന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ പോണത് വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ദിവസത്തെ വിശേഷമല്ല, ഇത് കുറച്ച് ദിവസങ്ങളിലെ എൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഗാലറിയിൽ കിടന്നപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നതാണ്. കാര്യം ഒരു ദിവസത്തെ മാത്രമായിട്ട് എടുത്ത് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇടാനായിട്ടുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് തന്നെ. അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് നിങ്ങൾക്കും കാണാം എനിക്കും കാണാം എന്നുള്ള രീതിക്ക് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.